അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 5ലെ ഫാമിലി ടാസ്ക് ആണ് ഈ ആഴ്ച കഴിഞ്ഞത്. പ്രേക്ഷകരേവരും അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ കാത്തിരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളും കാത്തിരുന്ന നിമിഷം. ഓരോ മത്സരാർത്ഥിയുടെ കുടുംബവും വന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരെന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു പേര് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതെ, അഖിൽ മാരാർ തന്നെ. ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങിയതു മുതൽ ഒരേപോലെ ഗെയിമിനെ ഗെയിമായി കണ്ട് പ്രേക്ഷകർക്ക് വേണ്ട കണ്ടന്റുകൾ യഥാസമയം തന്ന് ഒരു ടോട്ടൽ എന്റർടൈനറായി ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രതിഭാശാലി. പല മത്സരാർത്ഥികളും ഒരു ഗെയിമിനപ്പുറം പകയും വിദ്വേഷവും വെച്ച് അഖിൽ മാരാർ എന്ന വ്യക്തിയെ അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ സധൈര്യം ഒരു പോരാളിയെ പോലെ എതിർത്തു നിന്നു പോന്നു. അത്ര എളുപ്പമായിരുന്നില്ല അഖിൽ മാരാർക്ക് ബിഗ് ബോസ് ഹൗസിലെ കഴിഞ്ഞുപോയ ദിനങ്ങൾ. എന്നാൽ ഇന്ന് ആ അന്തരീക്ഷം മാറി. ഓരോ മത്സരാർത്ഥികളുടെയും കുടുംബങ്ങളെത്തി ഏവരും അഖിൽ മാരാർ എന്ന മനുഷ്യനെ തങ്ങളോട് ചേർത്ത് നിർത്തി. എതിർത്തു നിന്ന പലരും ഇന്ന് അഖിൽ മാരാർക്ക് ചുറ്റും വട്ടമിട്ടു പറക്കുന്നു സ്നേഹവാക്കുകൾ കൊണ്ട്. മറ്റു പലരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു തങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റുകൾ മാത്രമായിരുന്നു എന്ന്. അഖിൽ മാരാർ എന്ന വ്യക്തി ഒരിക്കലും എല്ലാം തികഞ്ഞ ഒരാളായിരുന്നില്ല. തെറ്റുകളും ശരികളുമുള്ള ഒരു സാധാരണക്കാരൻ. അവന്റെ വികാരങ്ങൾ അതുപോലെ തന്നെ അവിടെ പ്രകടിപ്പിച്ചു. ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ ടാഗ് ലൈൻ അക്ഷരം പ്രതി പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന മത്സരാർത്ഥി. എന്നാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് അവൻ അഹങ്കാരിയും വഴക്കാളിയും വെറുക്കപ്പെട്ടവനുമായിരുന്നു. ഇതെല്ലാം കാണുന്ന നല്ലൊരു ശതമാനം ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് അഖിൽ മാരാർ എന്ന വ്യക്തി നല്ലൊരു ഗെയിമറായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു പച്ചയായ മനുഷ്യൻ. പ്രേക്ഷകർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥി. ഇതിനെ അനർത്ഥമാക്കും വിധമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വന്ന ഓരോ ഫാമിലിയുടെയും വാക്കുകൾ അഖിൽ മാരാരെ കുറിച്ച്. ആ നിമിഷങ്ങൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് തികച്ചും നന്മയ്ക്ക് മുന്നിൽ തിന്മയുടെ അതിദാരുണമായ പരാജയമാണ് എന്ന്. കൂടുതൽ ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.